ഷാഡോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഏതൊക്കെ തരത്തിൽ ഒരു കമ്പനിക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാം തുടങ്ങി ഷെയർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇനി രണ്ട് തരം ഷെയറുകളാണുള്ളത്. ഒന്ന് ഇക്വിറ്റി ഷെയറുകളും രണ്ട് പ്രിഫറൻസ് ഷെയറുകളും. ഒന്നാമത്തേത് ഇക്വിറ്റി ഷെയർ. നമുക്കറിയാം, ഒരു കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് ആണ്. എന്നിരുന്നാലും അവർക്ക് കമ്പനിയെ നിയന്ത്രിക്കാനുള്ള അധികാരമില്ല. ഈ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കമ്പനിയെ നിയന്ത്രിക്കുന്നത്. ഇത്തരത്തില് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു വോട്ടിങ്ങില് പങ്കെടുക്കാനുള്ള അധികാരം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഉള്ളൂ. അതായത് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇത്തരത്തില് കമ്പനിയുടെ വോട്ടിങ്ങിൽ പങ്കെടുക്കാനുള്ള അധികാരമില്ല. അവർക്ക് ഒരു നിശ്ചിത എമൗണ്ട് ഡിവിഡൻഡ് നൽകുന്നു. ആ ഡിവിഡൻഡ് സ്വീകരിക്കാനുള്ള ബെനിഫിറ്റ് മാത്രമേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ളൂ. അതോടൊപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതായത് ഹൈ പ്രോഫിറ്റ് ആണെങ്കിൽ അവർക്ക് ഹൈ ഡിവിഡൻഡ് ലഭിക്കുന്നു, ലോ പ്രോഫിറ്റ് ആണെങ്കിൽ ലോ ഡിവിഡൻഡ് ലഭിക്കുന്നു. ഇനി പ്രോഫിറ്റ് ഇല്ല എങ്കിൽ ഡിവിഡൻഡ് ലഭിക്കുന്നില്ല. അതേസമയം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു നിശ്ചിത എമൗണ്ട് ഡിവിഡൻഡ് ആണ് കൃത്യമായി ലഭിക്കുന്നത്. അതിൽ കൂടുതലോ കുറവോ അവർക്ക് ലഭിക്കുന്നില്ല. അതായത് കമ്പനി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും പ്രോഫിറ്റ് ഉണ്ടാക്കിയില്ല എങ്കിലും അവർക്ക് പ്രത്യേകിച്ച് അതിൽ വേരിയേഷൻസ് ഒന്നും വരുന്നില്ല. ഒരു നിശ്ചിത തുക മാത്രമാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയി ലഭിക്കുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഒന്നും തന്നെ ഇല്ല. അതായത് കമ്പനി വൈൻഡപ്പ് ആവുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രിഫറൻസും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്നില്ല. അവരാണ് കമ്പനിയുടെ ലയബിലിറ്റി എന്താണോ അതൊക്കെ വീട്ടാൻ ബാധ്യസ്ഥരായിരിക്കുന്നത്. അതായത് അവർക്ക് എത്ര ഷെയർ ആണോ കമ്പനിയിലുള്ളത് അത്ര മാത്രമേ അവർക്ക് കമ്പനിയോട് ബാധ്യതയുള്ളൂ. ലിമിറ്റഡ് കമ്പനികളിൽ കമ്പനി വൈൻഡപ്പ് ആവുകയാണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഉണ്ട്. അതായത് അവരുടെ ഷെയർ തുക മടക്കി നൽകിയ ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയർ തുക മടക്കി നൽകുന്നുള്ളൂ. ആദ്യം കമ്പനി വൈൻഡപ്പ് ആവുകയാണെങ്കിൽ ആദ്യം പേ ചെയ്യുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ തുകയും അതിനുശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ തുകയും പേ ചെയ്യുന്നുള്ളൂ. സാധാരണ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ ട്രേഡ് ചെയ്യപ്പെടുന്നത് ഇക്വിറ്റി ഷെയറുകളാണ്. പ്രിഫറൻസ് ഷെയറുകളൊന്നും തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടുന്നില്ല. ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വിൽക്കപ്പെടുന്നതാണ്, കൈമാറ്റം ചെയ്യാവുന്നതാണ്. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ് ഇക്വിറ്റി ഷെയർസ്. അതേസമയം പ്രിഫറൻസ് ഷെയർസ് എന്നത് കമ്പനിയിലേക്ക് തന്നെയാണ് മടക്കി നൽകുന്നത്. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല, അത് കമ്പനിയിലേക്ക് തന്നെയാണ് മടക്കി നൽകുന്നത്. പ്രിഫറൻസ് ഷെയറുകൾ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസും രണ്ട് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസും. അതായത് ഒരു നിശ്ചിത പീരീഡിന് ശേഷം കമ്പനിയിലേക്ക് മടക്കി നൽകുന്ന പ്രിഫറൻസ് ഷെയർസ് ആണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. അതായത് ഒരു ഫിക്സഡ് പീരീഡ് എക്സ്പയർ ആകുമ്പോൾ കമ്പനിയിലേക്ക് മടക്കി നൽകുന്നവയാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. അതേസമയം ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്നത് കമ്പനി വൈൻഡപ്പ് ആവുന്ന സമയത്ത് മാത്രമേ കമ്പനിയിലേക്ക് മടക്കി നൽകാൻ സാധിക്കുന്നുള്ളൂ. റൈറ്റ് ഷെയർസ് എന്നാൽ ഒരു എക്സിസ്റ്റിംഗ് കമ്പനി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്കൗണ്ട് റേറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന അഡീഷണൽ ഷെയർസ് ആണ് റൈറ്റ് ഷെയർസ്. ഇത്തരത്തിലുള്ള ഇഷ്യൂവിനെ റൈറ്റ് ഇഷ്യൂ എന്നും പറയുന്നു. ഇത്തരത്തിലുള്ള ഷെയർസ് ആണ് റൈറ്റ് ഷെയർസ്. അതായത് എക്സിസ്റ്റിംഗ് കമ്പനി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്കൗണ്ട് റേറ്റില് അഡീഷണൽ ആയി ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളാണ് റൈറ്റ് ഷെയറുകൾ. റൈറ്റ് ഷെയറുകൾ പ്രോറേറ്റ ബേസിസിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് എത്രയാണോ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലുള്ള ഷെയർസ് അതിന്റെ പ്രൊപ്പോർഷനിലാണ് റൈറ്റ് ഷെയർസ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത്. അണ്ടർ റൈറ്റിംഗ് ഓഫ് ഷെയർസ്. ഒരു കമ്പനിക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ആദ്യം 90% ഷെയറുകളെങ്കിലും 120 ദിവസത്തിനുള്ളിൽ പബ്ലിക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു കമ്പനിക്ക് പബ്ലിക്കിലേക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അവിടെ ഒരു വലിയൊരു റിസ്ക് ഉണ്ട്. ഇത്തരത്തില് കമ്പനിക്ക് 120 ദിവസത്തിനുള്ളിൽ 90% ഷെയറുകളും പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുക എന്നുള്ള റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി കമ്പനി അണ്ടർ റൈറ്റേഴ്സിനെ നിയമിക്കുന്നു. അതായത് അണ്ടർ റൈറ്റേഴ്സ് ഒരു നിശ്ചിത ശതമാനം ഷെയറുകൾ എടുത്തുകൊള്ളാമെന്ന് ഗ്യാരണ്ടി നൽകുന്നു. അതായത് പബ്ലിക് വന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം
അല്ലെങ്കിൽ അവർ എത്രയാണോ ഗ്യാരണ്ടി നൽകിയത് ആ ഷെയറുകൾ മുഴുവൻ അണ്ടർ റൈറ്റേഴ്സ് വാങ്ങുന്നു. അണ്ടർ റൈറ്റേഴ്സിന് ഇതിലൂടെ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ലഭിക്കുന്നു. അതായത് ഒരു നിശ്ചിത ശതമാനം ഷെയറുകൾ എടുത്ത് ഒന്നുകിൽ മറ്റുള്ളവർക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ അവരുടെ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നു. ഇവിടെ ഒരു ഏജന്റ് ആയിട്ടാണ് അണ്ടർ റൈറ്റേഴ്സ് പ്രവർത്തിക്കുന്നത്. അവർക്ക് അതിനുള്ള ബെനിഫിറ്റ് അവർക്കുള്ള അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ലഭിക്കുന്നു. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്നത് ഷെയർ ഇഷ്യൂവിന്റെ 5% കൂടാൻ പാടില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്ത റിസ്ക് മറികടക്കാൻ അണ്ടർ റൈറ്റിംഗ് സഹായിക്കുന്നു. ഡിമാറ്റ് ഫോം. ആദ്യ കാലങ്ങളിൽ ഷെയറുകളൊക്കെ സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് നൽകിയിരുന്നത്. ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന പേപ്പർ ഫോമിലാണ് അവ നൽകിയിരുന്നത്. ഇവ ഡാമേജ് ആകാൻ, നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പൊ ആധുനിക യുഗത്തില് ഷെയർ സർട്ടിഫിക്കറ്റുകൾ എന്ന് പബ്ലിക് വന്ന ഷെയറുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അവ ഡിമെറ്റീരിയലൈസ്ഡ് ഫോമിലാണ് നൽകുന്നത്. ഇതിനെയാണ് ഡിമാറ്റ് ഫോം എന്ന് പറയുന്നത്. അതായത് ഷെയർ സർട്ടിഫിക്കറ്റുകൾ പബ്ലിക്കിന് ലഭിക്കുന്നത് ഡിമാറ്റ് ഫോമിലാണ്. ഒരു കമ്പനി ആദ്യമായിട്ട് പബ്ലിക്കിലേക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിനെ IPO എന്ന് പറയുന്നത്, അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ. ആദ്യമായി പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യുന്ന ഷെയറുകളെയാണ് IPO അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ഏർണിംഗ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. അതായത് ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ അതിനെ ആ കമ്പനിയിലെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന തുകയാണ് ആ കമ്പനിയുടെ ഏർണിംഗ്സ് പെർ ഷെയർ. അതായത് ഒരു ഷെയറിന് കിട്ടുന്ന ഏർണിംഗ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായി നെറ്റ് പ്രോഫിറ്റിനെ ആ കമ്പനിയുടെ മൊത്തം ഷെയർ എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഏർണിംഗ്സ് പെർ ഷെയർ എന്നത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി നിശ്ചയിക്കുന്നു. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ROI, അതായത് ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള റേഷ്യോ ആണ് ROI അഥവാ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എത്രയാണോ അതാണ് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ROI ഹൈ ആണെങ്കിൽ അതിൽ നിന്നുള്ള ആ ഇൻവെസ്റ്റിൽ നിന്നുള്ള ബെനിഫിറ്റും ഹൈ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.